ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സവാളൻ്റെ പീസ് നമ്മളൊരു ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ. അതെന്തിനാന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഇങ്ങനെ നോൺ സ്റ്റിക്ക് പാൻ അല്ലല്ലോ, അയണിൻ്റെ പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് വിട്ട് പോരില്ല. അതുകൊണ്ട് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സവാള വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ഓയിൽ. ഇനി ഇതിലേക്ക് ഒരു എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ എഗ് യോക്ക് പൊട്ടാണ്ട് മാക്സിമം ശ്രദ്ധിച്ച് മെല്ലെ പൊട്ടിച്ച് വയ്ച്ചാൽ മതി. പാനിന് ഒരുപാട് ഹൈറ്റിൽ നിന്ന് നമ്മൾ പൊട്ടിച്ച് വയ്ക്കുമ്പോഴാണ് എഗ് യോക്ക് അധികവും പൊട്ടിപ്പോകുന്നത്. മാക്സിമം അടുത്ത്, പാനിൻ്റെ ഒരുപാട് അടുത്തല്ല എന്നാലും ഒരുവിധം കുറച്ചൊരു ചെറിയ ഡിസ്റ്റൻസ് അടുത്തുനിന്ന് ഒഴിച്ചു കൊടുത്താൽ നമുക്കിങ്ങനെ പൊട്ടാണ്ട് തന്നെ കിട്ടും എഗ് യോക്ക്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോൾട്ട് ജസ്റ്റ് എല്ലാവരുടെയും ഒരു ഇച്ചിരി ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടി, അതും ഇതുപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് എല്ലാ സ്ഥലത്തുമായിട്ട് വിതറി കൊടുക്കുക ചെയ്യുന്നത്. എല്ലാവരും ഈക്വലായിട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി സ്പൂൺ തന്നെ. അല്ലെങ്കിൽ കൈ കൊണ്ട് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വിതറി കൊടുക്കാം. എൻ്റെ കൈ കുറച്ചൊരു നനവുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ പെട്ടെന്ന് നമ്മളെ പൗഡറെല്ലാം ചീത്തയായി പോകും. കുരുമുളക് പൊടിയാണെങ്കിലും എല്ലാം പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാത്തതാണ് നല്ലത്. സ്പൂൺ കൊണ്ട് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു ഡിസ്റ്റൻസിന് ജസ്റ്റ് ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. അന്നേരം അതെല്ലാവരും ഇങ്ങനെ ഈക്വലായിട്ട് സ്പ്രെഡായി വന്നോളും. ഇനി നമുക്ക് ഈ എഗ് യോക്ക് പൊട്ടാണ്ട് മെല്ലെ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. എഗ്ഗ് കുക്കാവാൻ വെറും 3 മിനിറ്റ് വേണ്ടി വന്നിട്ടുള്ളൂ. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നേരത്തെ പോലെ തന്നെ സവാള നേരത്തെ കട്ട് ചെയ്ത് അതേ പീസ് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ സോസേജ് 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി. അങ്ങനെയാണ് അവരുടെ സായിപ്പ്മാരുടെ ഒരു സ്റ്റൈൽ. അങ്ങനെയാണ് അവരുടെ ഔട്ടർ കവറിങ് അത്യാവശ്യം നല്ലോണം കുക്ക് ചെയ്ത് കിട്ടിയിട്ട് ഉള്ളിൽ ഭയങ്കര ജ്യൂസി ആയിട്ടാണ് അവർക്ക് വേണ്ടത്. സോസേജ് പെട്ടെന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. സോസേജിൻ്റെ ഔട്ടർ പാർട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല ജ്യൂസി ആയിരിക്കും. ഇനി നമ്മൾ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്, ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടുള്ള തവയിൽ ജസ്റ്റ് വെച്ച് 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് റെഡിയായി കിട്ടും ബ്രെഡ്. പിന്നെ വേറൊരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ. ഇതിലേക്ക് ഞാൻ വീണ്ടും സോസേജ് നമ്മളൊരു സ്റ്റൈല് വെറുതെ ജസ്റ്റ് കുറച്ചും കൂടി നല്ലോണം കുക്കായിക്കോട്ടെ വിചാരിച്ചിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. സോസേജിൽ ഓൾറെഡി സോൾട്ട് ഉണ്ട്, ഇൻഗ്രീഡിയൻസിൽ കാണിക്കുന്നുണ്ട് സോൾട്ട് ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ സോൾട്ട് ആഡ് ചെയ്യുന്നില്ല. എക്സ്ട്രാ സോൾട്ട് ആവേണ്ട വിചാരിച്ചിട്ട്. ഇപ്പോൾ കറക്റ്റായിരിക്കും ടേസ്റ്റ്, നല്ല പെർഫെക്റ്റ് ആയി കിട്ടിക്കോളും. നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്താൽ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ സോസേജ് ഓൾമോസ്റ്റ് കുക്കായി വരുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുത്താൽ മതി. അത് 2 സൈഡും നല്ലോണം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരുടെ സായിപ്പുമാരുടെ ടേസ്റ്റ് പറയുമ്പോൾ അവർക്ക് അത്ര ഭയങ്കര കുക്കാവില്ല അവരുടെ ഫുഡൊന്നും. കുറച്ചൊരു ഹാഫ് ഡൺ ആയിരിക്കും. നമുക്ക് പിന്നെ എല്ലാം അത്യാവശ്യം നല്ല കുക്ക് ചെയ്ത് കിട്ടണമല്ലോ. നമ്മൾ അങ്ങനെ തിന്ന് ശീലിച്ചതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല കുക്ക് ചെയ്ത് കിട്ടിയാലേ നമുക്ക് ടേസ്റ്റ് തോന്നുള്ളൂ. നമ്മളുടെ ഒരു ശീലം ആണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ലോണം കുക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന സോസേജ് ഓൾമോസ്റ്റ് ഡണ്ണായി വന്നിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സോസേജിന് നല്ല റെഡ് കളർ കിട്ടും. അപ്പോൾ നമ്മൾ സോസേജ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ അധികം സ്പൈസി ഉണ്ടാവില്ല. നിങ്ങളുടെ അടുത്ത് ഏത് ചില്ലി പൗഡർ ഉള്ളതെന്ന് വെച്ചാൽ ആ ചില്ലി പൗഡർ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം പ്ലേറ്റ് ചെയ്യാം. ഇത് ഞാൻ എഗ്ഗ് നേരത്തെ ഉണ്ടാക്കി വെച്ച എഗ്ഗ് ഉണ്ടല്ലോ, അത് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. കുറേ എക്സ്ട്രാ പാർട്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോസേജ് നമ്മൾ സായിക്കുമാരുടെ സ്റ്റൈലിൽ ഉണ്ടാക്കി 2 സോസേജ്, പിന്നെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് എല്ലാം അടുക്കി പെറുക്കി വെക്കുവാന്ന്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സോസേജ് ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത സോസേജ്, അതും പിന്നെ കുറച്ച് നമ്മൾ സാലഡും. ഇത്രയാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. സാലഡ് നമ്മളടുത്ത് ഏതെല്ലാം വെജിറ്റബിൾസ് ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് രാവിലെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ അങ്ങനെ സംഭവം സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിരിക്കും. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.